വെൽക്കം ടു എഡിറ്റേഴ്സ് ഫാക്ട് ചെക്ക് നമ്പർ 2. വാസ്തവം അറിയാം, വീഴ്ചയ്ക്ക് ഉത്തരവാദി ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ഇപ്പോൾ ഉയരുന്ന വലിയ വിമർശനങ്ങൾ മന്ത്രി വീണ ജോർജിനെതിരെയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിപക്ഷമുയർത്തുന്ന വിമർശനങ്ങൾ വാസ്തവമുള്ളതാണ്. ഏറ്റവും ഒടുവിലെ വിമർശനം ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടാണ്. വലിയ പ്രതിഷേധങ്ങളാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷമുയർത്തുന്നത്. സത്യത്തിൽ ഈ വിഷയത്തിൽ ഉത്തരവാദി വീണ ജോർജാണോ? വാസ്തവം പരിശോധിക്കാം. എഡിറ്റേഴ്സ് ഫാക്ട് ചെക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഉഷ ജോസഫിന്റെ ഡിസ്ചാർജ് ഷീറ്റാണ്. ഇതിലെ ഡേറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കണം. 15/5/2021. ഉഷ ജോസഫ് ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്ന ഷീറ്റാണിത്. 15/5/2021 സർജറി കഴിഞ്ഞ് ഉഷ ജോസഫ് മടങ്ങുന്നത്. ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കുടുങ്ങുന്നത് 15/5/2021 മുൻപിലാണ് എന്നുള്ളതാണ് വാസ്തവം. ഇനി വീണ ജോർജ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാണെന്ന് കൂടി പരിശോധിക്കാം. 15/5/2021 ഉഷ ജോസഫ് പുറത്തു വരുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നോക്കൂ. തീയതി 2021 മെയ് 20. അതായത് ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കുടുങ്ങി ഡിസ്ചാർജ് ചെയ്ത് 5 ദിവസത്തിനു ശേഷമാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയായി വീണ ജോർജ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നർത്ഥം. സത്യപ്രതിജ്ഞ ചെയ്ത തീയതി 2021 മെയ് 20. ഉഷ ജോസഫിനെ വയറ്റിൽ കത്രികയുമായി ഡിസ്ചാർജ് ചെയ്ത തീയതി മെയ് 15, 2021. തൻ്റെ മന്ത്രികാലത്ത് നടക്കാത്ത ഒരു കുറ്റകൃത്യത്തിൽ അല്ലെങ്കിൽ ഒരു അശ്രദ്ധയിൽ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥയിൽ ഇപ്പോൾ വകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം. വാസ്തവം ഇതാണ്, അന്ന് മന്ത്രി വീണ ജോർജ് അല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിമർശനം ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിന് ഉത്തരവാദി മന്ത്രി വീണ ജോർജ് ആണോ? ആ ഡേറ്റ് കൂടി ഒന്ന് ഓർമ്മിക്കണം. ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ തീയതി 2017 നവംബർ 30. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം 2017 നവംബർ മാസം 30. എന്നാൽ വീണ ജോർജ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് 2021 മെയ് മാസം 20. അതായത് മന്ത്രി വീണ ജോർജ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനും 4 വർഷം മുൻപ് നടന്ന സംഭവത്തിന് മന്ത്രി വീണ ജോർജ് ഉത്തരവാദിയാകുന്നത് എങ്ങനെയാണ്? വാസ്തവം ഇതാണ്, ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അല്ല. ഇനി വീണ ജോർജ് വന്നതിനു ശേഷം ആരോഗ്യവകുപ്പ് പൂർണ്ണമായും കെടുകാര്യ സ്ഥിതിയിലേക്ക് മാറിയോ? ആരോഗ്യവകുപ്പ് അടച്ചുപൂട്ടേണ്ടി വരുന്ന അവസ്ഥയിലാണോ? ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാക്കിയത് വീണ ജോർജ് ആണോ? ഇതുകൂടി ഒന്ന് പരിശോധിക്കണം. എഡിറ്റേഴ്സ് ഫാക്ട് ചെക്ക് നമ്പർ 3. എന്താണ് വീണ ജോർജ് വന്നതിനു ശേഷം ആരോഗ്യമേഖലയിൽ സംഭവിച്ചത്? 1. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ആകെ 885 എണ്ണം. ആ 885 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെയും 740 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി. 53 എണ്ണം പണി പുരോഗമിക്കുന്നു. എന്താണ് അതുണ്ടാക്കിയ മാറ്റം? 1780 സ്വകാര്യ ആശുപത്രികൾ അടച്ചുപൂട്ടേണ്ടി വന്നു. കാരണം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മാറിയത് വീണ ജോർജിന്റെ കാലത്താണ്. രണ്ടാമത്തത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ ആകെ 152. 105 എണ്ണവും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. 17 എണ്ണം ഇപ്പോൾ നിർമ്മാണത്തിൽ തുടരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട നേട്ടം ജില്ലാ ജനറൽ ആശുപത്രികൾ ആകെ 17 എണ്ണം ഉണ്ടായിരുന്നതിൽ 14 എണ്ണത്തിലെയും OP നവീകരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഉദാഹരണം ആലപ്പുഴ ജനറൽ ആശുപത്രി ചെലവഴിച്ചത് 73,46,00,000 രൂപ. നാലാമത്തെ നേട്ടം താലൂക്ക് ആശുപത്രികളാണ്. ആകെ ഉണ്ടായിരുന്നത് 43 താലൂക്ക് ആശുപത്രികൾ. അതിൽ 34 എണ്ണവും നവീകരിച്ചത് വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ്. ഉദാഹരണത്തിന് കരുനാഗപ്പള്ളിയിൽ മാത്രം 83,97,00,000 ചെലവിട്ടു. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ 71,95,00,000 ചെലവിട്ടു. ആരോഗ്യ മനുഷ്യ വിഭവശേഷി 2016-2025 1ഉം 2ഉം പിണറായി സർക്കാർ എടുത്താൽ 10,382 പുതിയ തസ്തികകൾ ആരോഗ്യമേഖലയിൽ സർക്കാർ കൊണ്ടുവന്നു. അതിൽ 2,426 ഡോക്ടർമാരെ നിയമിച്ചു, 3,706 നഴ്സുമാരെ നിയമിച്ചു, 2,587 മറ്റ് ജീവനക്കാരെയും നിയമിച്ചു. ഇനി ബജറ്റിൽ വിഹിതം കൂടിയോ കുറഞ്ഞോ? ഇതാണ് വാസ്തവം.
6146 കോടി എന്നത് മാറി 13,124 കോടി രൂപയായി ബജറ്റിലെ ആരോഗ്യവിഹിതം. അതായത് മൊത്തം GSDPയുടെ 1.24% പിണറായി സർക്കാരിൻ്റെ കാലമാകുമ്പോഴേക്കും ആരോഗ്യമേഖലയിൽ 2.11%. പക്ഷേ ഇത് നിശ്ചയിച്ച 3%-ലും താഴെയാണ്. ആരോഗ്യ നേട്ടങ്ങൾ നോക്കിയാൽ നീതി ആയോഗിൻ്റെ ഹെൽത്ത് ഇൻഡെക്സിൽ 1-ാം സ്ഥാനമാണ് 82.2% മാർക്കോടെ. ആശുപത്രി പ്രസവങ്ങൾ 99.8% സുരക്ഷിതമാണ്. ഇമ്മ്യൂണൈസേഷൻ 95%, OP രജിസ്ട്രേഷൻ 80% വർദ്ധിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വന്നതിനു ശേഷമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ പൊതു ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണോ എന്ന ചോദ്യത്തിന് വെന്റിലേറ്ററിലല്ല എന്നതാണ് വാസ്തവം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ആരോഗ്യമന്ത്രിക്ക് നേരെ രാവിലെ മുതൽ കണ്ണൂരിൽ പ്രതിഷേധമുണ്ടായിരുന്നു. കല്യാട്ടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുൻപും യൂത്ത് ലീഗ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും മന്ത്രിയുടെ വാഹനം തടയുകയും ചെയ്തിരുന്നു. ഈ പ്രതിഷേധത്തിനിടയിലൂടെ കല്യാട് മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുത്ത പരിപാടിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതുകൂടി ഒന്ന് കേൾക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചിലയിടത്ത് കരിങ്കൊടി കാണിച്ചു. എന്തിനാണത്? ആ കരിങ്കൊടി ഈ ആരോഗ്യ മേഖലയിൽ വന്ന ഈ മാറ്റങ്ങൾക്കാണ് ആ കരിങ്കൊടി എങ്കിൽ അത് പൂമാലയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. ഇതോടുകൂടി എഡിറ്റേഴ്സ് ഫാക്ട് ചെക്ക് ഇവിടെ പൂർണ്ണമാവുന്നു. നാളെ വീണ്ടും ന്യൂസ് നൈറ്റിൽ കാണാം. എഡിറ്റേഴ്സ് ഫാക്ട് ചെക്ക്, അറിയാം വാർത്തയിലെ വാസ്തവം.